ആഗസ്റ്റ് 19-നും ആഗസ്റ്റ് 15 പോലെ മലയാളികളുടെ ഹൃദയത്തിൽ ഇടമുണ്ട്. കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് നേതാവിനെ ഓർക്കാൻ മരണദിനവും ജന്മദിനവും വെവ്വേറെയില്ലെന്ന അപൂർവതയുമുണ്ട്. അതായത് കൃഷ്ണപിള്ള ജനിച്ചതും മരിച്ചതുമെല്ലാം ഒരേ തീയതിയിൽ. അതുകൊണ്ട് കൃഷ്ണപിള്ള ദിനവും ഒന്നേയുള്ളൂ. അന്ന് തന്നെയാണ് ലോക ഫോട്ടോഗ്രാഫി ദിനവും എന്നതുകൊണ്ട് CMV നമ്പീശൻ എന്ന ഫോട്ടോഗ്രാഫറെയും നമുക്ക് മറക്കാനാവില്ല. പി കൃഷ്ണപിള്ളയുടെ ഒരേയൊരു ഫോട്ടോയുടെ ഛായാഗ്രഹകൻ. 2009 ഫെബ്രുവരി 23-ന് 92-ാമത്തെ വയസ്സിൽ CMV നമ്പീശൻ അന്തരിച്ചു. അതിലൊരു വർഷം മുമ്പ് എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് കാണാൻ പറ്റിയ വ്യക്തിപരമായ ഒരു സന്തോഷം കൂടി ഞാനിവിടെ ആദരവോടെ സ്മരിക്കട്ടെ. ഏതാണ്ട് മങ്ങിത്തുടങ്ങിയിരുന്ന അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ നിന്ന് ചില ചരിത്രങ്ങൾ തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞത് ഒരു അപൂർവ സൗഭാഗ്യമായി ഞാനിപ്പോൾ കരുതുന്നു. മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച എൻ്റെ മനിതർക്കാലം എന്ന പുസ്തകത്തിലെ ഒരധ്യായം ഫോട്ടോഗ്രാഫർ CMV നമ്പീശനെ കുറിച്ചും അദ്ദേഹത്തിന്റെ കൃഷ്ണപിള്ള ചിത്രത്തെക്കുറിച്ചുമാണ്. അതുകൊണ്ട് ആ ഭാഗം ഇവിടെ വിസ്തരിക്കുന്നില്ല. എന്തായാലും ഓരോ ആഗസ്റ്റ് 19-ഉം കടന്നു വരുന്നത് കൃഷ്ണപിള്ളയെ എന്നതുപോലെ അദ്ദേഹത്തിന്റെ ആ ഫോട്ടോഗ്രാഫറെയും ഓർത്തുകൊണ്ടാണ്. 2010 മാർച്ച് 23-ന് 78-ാം വയസ്സിൽ ബംഗാളിലെ സിലിഗുരിയിലെ തന്റെ വിനീതമായ മൺകുടിലിൽ വെച്ച് നക്സലിസ്റ്റ് ഇതിഹാസം കനു സന്യാലിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടുചുമരിൽ ഒരൊറ്റ ചിത്രം മാത്രമേ കണ്ടിരുന്നുള്ളൂ. അതും CMV നമ്പീശൻ പകർത്തിയ സഖാവ് പി കൃഷ്ണപിള്ളയുടെ ഈ അരിവാൾ ചുരുൾമുടി ചിത്രമായിരുന്നു. മനുഷ്യ സാഹോദര്യത്തിന്റെയും പാരസ്പര്യത്തിന്റെയും അവസാനമില്ലാത്ത സ്ഥിതിസമത്വ സ്വപ്നങ്ങളുടെയും മന്ദസ്മിതമല്ലാതെ മറ്റെന്താണത്?